ശ്രീ അലക്സ് ഒഴികയിൽ ശ്രീ സുനിൽകുമാർ പറഞ്ഞതുപോലെ എല്ലാ മൃഗങ്ങളെയും വന്യജീവി നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ മറ്റെന്തെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങളാണ് സാധ്യമാവുക? ഞങ്ങൾ കർഷകർക്ക് കൃഷി വകുപ്പിനോട് പറയാനുള്ള ഒരു കാര്യം, വനംവകുപ്പിന്റെ ഉത്തരവാദിത്വം വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു സംശയമില്ല, അതവർ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കർഷകരെ സംരക്ഷിക്കേണ്ട നിലപാട് കൃഷി വകുപ്പ് എടുക്കണ്ടേ? അത് സുനിൽകുമാർ ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ ശ്രീ പ്രസാദ് ആയിരുന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു, അതായത് വന്യമൃഗങ്ങൾ വന്ന് കർഷകന്റെ കൃഷി ആക്രമിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ബഹുമാനപ്പെട്ട സുനിൽകുമാർ ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയാനെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ ഏകപക്ഷീയമായ സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ട് പറയരുത്. അല്ല, ഏകപക്ഷീയമായ സ്റ്റേറ്റ്മെന്റ് വരും. അല്ല അങ്ങനെയല്ല, നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ട് പറയണം. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പോലും കണ്ടില്ല എന്ന് പറഞ്ഞാല് ഞങ്ങളൊക്കെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് വന്യജീവി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് സ്കീമില് വന്യജീവി ആക്രമണത്തിൽ കൃഷി നശിച്ചാലും അവർക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ള ക്ലേശ ഘടകമാക്കി കൊണ്ടുവന്ന് ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ്. അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള ചർച്ചകളും വനംവകുപ്പും നടത്തിയതും ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഞങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല, അങ്ങനൊന്നും വേണ്ടി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറയാം. ശരിയായിരിക്കാം, നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ അഭിപ്രായങ്ങളും ഒരാൾ കേട്ടുകൊള്ളുന്നില്ല. ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും കർഷക രീതിയാണ്. അല്ലല്ല, ഞാൻ ഒറ്റ ചോദ്യങ്ങൾ നിങ്ങളെടുത്ത നടപടികൾ കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നം കുറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം അല്ലല്ലോ. 10 വർഷമായില്ലേ? 15-20 വർഷം എടുത്തുകൊണ്ട് വരും. ഇത്രയും പ്രശ്നം കൂടി ഉണ്ടാവും. നമ്മൾ വികാരം കൊള്ളിക്കാൻ വേണ്ടി ആളുകളോട് വികാരം കൊള്ളിക്കാനും ആളുകളെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ തപാലിൽ നീന്തൽ പഠിക്കുന്ന പോലെ സംസാരിക്കരുത്. നമ്മൾ സംസാരിക്കുന്നത് ഞാൻ കൃഷി ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞങ്ങളൊന്നും കൃഷി ചെയ്യുന്ന ആൾക്കാരും ഞങ്ങൾക്ക് മണ്ണുമായിട്ട് കൃഷിയായിട്ട് ബന്ധമില്ലാത്തവരാണെന്ന് ധരിക്കരുത്. അതെങ്ങനെ വന്നിട്ട് പറഞ്ഞു പോകുമ്പോൾ ഞാൻ കേട്ടിരുന്ന് മിണ്ടായിരിക്കാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, താങ്കളെ പോലെ തന്നെ താങ്കൾ കൃഷിക്കാരനാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞങ്ങളെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. എന്താണ് താങ്കളുടെ കൃഷി? എന്താണ്? തെങ്ങ് 50 തെങ്ങുണ്ട്. ഞാൻ വെട്ടാൻ കൊടുത്തിരിക്കുക. 1.5 വർഷം ഞാൻ തേങ്ങ പറിച്ചിട്ട്. റബ്ബർ 400 റബ്ബറുണ്ട് എനിക്ക്. കവുങ്ങ്, കുരുമുളക്, ജാതി, ഇതൊക്കെ എന്റെ പറമ്പിലുണ്ട്. വന്നാൽ ഞാൻ കാണിച്ചു തരാം. 6 ഏക്കർ കൃഷി ചെയ്യുന്ന റബ്ബറിന്റെ വില എത്രയാണ്? വെട്ടാൻ പറ്റുന്നില്ലെന്ന്. റബ്ബറിന്റെ വില 200 വന്യമൃഗശല്യം. വെട്ടാൻ ആള് വരുന്നില്ല. റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ടല്ലേ? റബ്ബറിന് വിലയുണ്ട്. റബ്ബർ കൃഷിയായിട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ ഇടപെടുകയാണ്. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് അങ്ങ് പറയുന്ന പോലെ, താങ്കൾ പറയുന്ന പോലെ ഈ ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാരും ആളുകളൊക്കെ എല്ലാവരും കർഷകരാണെന്ന് പറയരുത്. താങ്കൾ പറയുന്ന അഭിപ്രായങ്ങളിൽ ന്യായമായ കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ആളുകൾ പറഞ്ഞ ഏകപക്ഷീയമായ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കേരള സർക്കാരിനെതിരെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് കാണേണ്ടി വരും. ഞാൻ ഇടപെടുകയാണ്. ഞാൻ ഇടപെടുകയാണ്. ശ്രീ സുനിൽകുമാർ, രാഷ്ട്രീയം പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയം പറയും. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ സുനിൽകുമാർ, രാഷ്ട്രീയം പറയാൻ നോക്കരുത്. അല്ല, നമ്മുടെ ശ്രീ അലക്സ്, സംസ്ഥാന ഗവൺമെന്റിന്റെ കുഴപ്പമാണെന്ന് പറയരുത്. ശ്രീ അലക്സ്, കുഴപ്പം തന്നെയാണ്. അല്ല, ഇടപെടുന്നത്. പക്ഷെ താങ്കൾ കേന്ദ്രത്തെ പറ്റി മിണ്ടായിരിക്കും ചെയ്യുന്ന പറയാൻ പറയുന്നത്. സുനിൽകുമാർ, കേന്ദ്രത്തെ സംരക്ഷിക്കേണ്ട താല്പര്യമുള്ള പോലെയുള്ളൂ. അതായത് ഏറ്റവും നല്ല 2 കുഴപ്പക്കാരാണെന്ന് പറയുമ്പോ എന്താ വെച്ചാൽ കുഴപ്പക്കാരെ രക്ഷപ്പെടും. ശ്രീ അലക്സ്, ശ്രീ അലക്സ്, ആ പരിപാടി വേണ്ട. ശ്രീ അലക്സ് ഒഴികെ ഒരു മിനിറ്റ്. ശ്രീ സുനിൽകുമാർ, നമ്മളുടെ ഒരു രാഷ്ട്രീയ ചർച്ചയല്ല. അല്ല, അതാ അദ്ദേഹം അത് രാഷ്ട്രീയ ചർച്ച ആക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്.